ഏത് ജോലിയും അതിൽ മുഴുകി ചെയ്യുന്ന ഒരാളാണ്. എന്നറിയാവുന്ന ആളുകൾക്കറിയാം. അവിടെ ഏത് ആവശ്യത്തിനും ഏത് അർദ്ധരാത്രിയും ഇപ്പം ഞാൻ MLA ആയിരുന്നപ്പോൾ കറണ്ട് പോയാൽ എന്നെയാണ് വിളിക്കുന്നത്. അതേപോലത്തെ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ഈ ആദ്യ പാനൽ വന്നപ്പോൾ യുവാക്കളാണ് കൂടുതലും. അപ്പോൾ ഈ പുതിയ ജെൻസി വോട്ടർമാർക്ക് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രചാരണം എന്തായിരിക്കും? തിരുവനന്തപുരം എല്ലാവർക്കുമുള്ള ഒരു നഗരമായിരിക്കണം. ഞാൻ ഈ നഗരത്തിൽ താമസിക്കുന്നതുകൊണ്ട് വൈകുന്നേരമൊക്കെ ഈ മാനവീയ വീതിയിലും അല്ലെങ്കിൽ അവിടുത്തെ ചായക്കടയിലൊക്കെ സ്ഥലം പോകുന്ന ഒരാളാണ്. ആ കുട്ടികളുടെ വൈബും മനസ്സിലാക്കണം, ആ കുട്ടികളുടെ ആവശ്യവും മനസ്സിലാക്കണം. നമ്മളല്ലാതെ വെറുതെ അവരൊക്കെ ബോധമില്ലാത്ത ആൾക്കാരെ പറയുന്നത് തെറ്റാണ്. അതാ എല്ലാവർക്കുമുള്ള തിരുവനന്തപുരം. ആ എല്ലാവർക്കുമുള്ള തിരുവനന്തപുരം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ മക്കൾ അമേരിക്കയിലൊക്കെയുള്ള ഈ കവടിയാറിൽ താമസിക്കുന്ന റിട്ടയർഡായിട്ടുള്ള പ്രൊഫസർമാർ മുതൽ ഇവിടെ ജെൻസിയിലുള്ള കുട്ടികൾ മുതൽ ഇവിടെ ഉപ്പടാമൂട് പാലത്തിന് കീഴിൽ കഷ്ടപ്പെട്ട് താമസിച്ച് അവസാനം ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ശിവക്ഷേമ സമിതി കൊണ്ടുപോയി ആക്കിയ ആ സഖാക്കൾ വരെയുണ്ട്. എല്ലാവർക്കുമുള്ള തിരുവനന്തപുരം, അതാണ് എൻ്റെ മോട്ടോ. എല്ലാവർക്കുമുള്ള തിരുവനന്തപുരത്തിന് വേണ്ടി UDF കോൺഗ്രസും ഉണ്ടാകും. 10 നിന്ന് 51 സീറ്റുകൾ ഉയർത്താൻ പറ്റുമോ? വിജയപ്രതീക്ഷയിൽ തന്നെയാണോ? തീർച്ചയായിട്ടും. 10 എന്നുള്ളത് ഒരു ജനവിധിയല്ല, അതൊരു എക്സെപ്ഷനായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മറ്റാരേക്കാളും മുമ്പ് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്ന് ശ്രീ K മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നമ്മൾ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടുള്ള 8 ദിവസത്തെ പര്യടനം നടക്കുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥികൾ പോലും ആയിട്ടില്ല. കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. പഴയ തെറ്റുകൾ 10ലേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്തെ ജനങ്ങളല്ല, അത് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ്. ഞാനത് ഓപ്പണായിട്ട് അംഗീകരിക്കുകയാണ്. ആ 10 അല്ല കോൺഗ്രസിൻ്റെ ശക്തി, 51ൻ്റെ മുകളിലെത്തുന്നതാണ് കോൺഗ്രസിൻ്റെ ശക്തി, UDFൻ്റെ ശക്തി. സ്വീറ്റ് ആൻഡ് വേർഡ്സ്. പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്, ഈ സ്ഥാനാർത്ഥിത്വത്തെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞില്ലേ, അത് പലർക്കും ഒരു സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ. പക്ഷേ അത് പ്രഖ്യാപിച്ചതിന് ശേഷം നാട്ടുകാർ, സോഷ്യൽ മീഡിയയിൽ മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കൾ പലരുമൊക്കെ എന്നോട് അങ്ങനെ തീരുമാനമെടുക്കല്ലെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. പല ആളുകളും അത് ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ് നാടിനും പാർട്ടിക്കും എന്നുള്ളത് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ മുതൽ കാണുന്ന ആളുകളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്നൊരു വ്യക്തിക്കുള്ള ഒരു വിഷയമല്ല, ഞാനൊരു അടിമുടി ഒരു പാർട്ടിക്കാരനാണ്. എൻ്റെ നിലപാട്, പാർട്ടി നിലപാടുകളും പിന്നെ എനിക്ക് ഈ നഗരത്തിനോടും ഈ ജില്ലയോടും ഒടുങ്ങാത്തൊരു പ്രണയമുണ്ട്. അതെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പണ്ട് ബോംബെയിലൊക്കെ ഉള്ളപ്പം വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പം തിരുവനന്തപുരത്തുകാരൊക്കെ കൂടുമ്പം പറയുന്ന ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കഥകളാണ്. ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ കവടിയാർ വാർഡിലെ സുഗമോദേവി സിനിമ ഷൂട്ട് ചെയ്ത് കവടിയാർ വാർഡിലാണ്. അതിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കവടിയാറുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അയവിറക്കി ഒരു നൊസ്റ്റാൾജിയ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ പ്രൗഢിയിലേക്ക് തിരുവനന്തപുരത്തെ തിരികെ കൊണ്ടുവന്ന് നാളെയുടെ നഗരമാക്കുവാൻ പാർട്ടിക്ക് വേണ്ടി ഞാനും ഉണ്ട് എന്ന് മാത്രം പറയുന്നു. കവടിയാറിലെ ജനങ്ങളോട് പ്രോമിസിംഗ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരാളാണ്. കവടിയാറിലുള്ള ഭൂരിഭാഗം വീടുകളുമായിട്ട് നേരിട്ടൊരു ബന്ധം. അപ്പോൾ എൻ്റെ പിതാവ് പണ്ട് നോർത്ത് MLA ആയിരുന്നപ്പോൾ ആ കവടിയാറിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. ഞാൻ ജനിച്ച് കഴിഞ്ഞ് കൊച്ചായിരുന്നപ്പോൾ താമസിച്ചത് ഇപ്പം ഈ കവടിയാർ വാർഡല്ലെങ്കിലും തൊട്ടപ്പുറത്തുള്ള ടോൾ റോഡിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ വരുന്നതും പോകുന്ന വീടുകളുമൊക്കെ അവിടെ തന്നെയാണ്. കൂട്ടുകാർ, ബന്ധമുള്ള ആളുകൾ, വീടുമായി ബന്ധമുള്ള ആളുകൾ. ഞാനിപ്പോൾ എല്ലാ ദിവസവും പോകുമ്പോഴും ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നതും കവടിയാർ റോഡൊക്കെയാണ്. അവിടെ എല്ലാ കാര്യങ്ങൾക്കും കല്യാണം പറഞ്ഞതൊന്നും ആലോചിച്ചല്ല, അവിടെ ഒരു ബന്ധമുള്ളതുകൊണ്ട് പോകുന്ന ഒരാളാണ്. കവടിയാറിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും ഒക്കെയുണ്ട്. ആ കവടിയാറിലെ എല്ലാ ആളുകൾക്ക് വേണ്ടി, അവിടെയുള്ള റിട്ടയർഡായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ള ആളുകൾ മുതൽ അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കുമുള്ള, എല്ലാവരെയും നോക്കുന്ന ഒരു കൗൺസിലറായിട്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ ഞാൻ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏത് ജോലിയും അതിൽ മുഴുകി ചെയ്യുന്ന ഒരാളാണ്. എന്നറിയാവുന്ന ആളുകൾക്കറിയാം. അവിടെ ഏത് ആവശ്യത്തിനും ഏത് അർദ്ധരാത്രിയും ഇപ്പം ഞാൻ MLA ആയിരുന്നപ്പോൾ കറണ്ട് പോയാൽ എന്നെയാണ് വിളിക്കുന്നത്. അതേപോലത്തെ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്ലാനിങ്ങോടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, Media One, തിരുവനന്തപുരം.